Analytic function. A function f of z is said to be analytic in a domain if f of z is defined and differentiable at all points of t. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് എന്താണ് ഒരു ഡൊമൈൻ ഡിയിൽ നമ്മൾക്ക് അനലിറ്റിക് ആണെന്ന് പറയുന്നത് എന്താണ് ആ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം ഡിഫറൻഷ്യബിളും ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡൊമൈനിലുള്ള ഓരോ പോയിന്റിലും നമ്മൾ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയും. നോട്ട് ചെയ്യുക, നമ്മൾക്ക് ഡിഫറൻഷ്യബിലിറ്റി ഒരു പോയിന്റിൽ പറയാൻ പറ്റും. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് set not if the limit exists, and then the limit z tending to z not f of z minus f of z not by z not. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നത് f of z not എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ z നോട്ടിൽ ഡിഫറൻഷ്യബിൾ. പക്ഷെ നമ്മൾക്ക് അനലിറ്റിസിറ്റി ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമായിട്ട് പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റിൻ്റെ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ പോയിന്റ്സിലും അനലിറ്റിക്. ഓക്കെ, സോ അനലിറ്റിസിറ്റിയുടെ ഡെഫിനിഷൻ അറ്റ് എ പോയിന്റ് ചോദിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയണം. എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ അങ്ങനെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ മൊത്തത്തിൽ അങ്ങനെ എഴുതി വെച്ചാൽ ഓക്കെ. A function f of z is said to be analytic in a domain D if f of z is defined and differentiable at all points of the function f of z is said to be analytic at a point z is equal to z not in D if f of z is analytic in a neighborhood of z. നെയ്ബർഹുഡ് പറയുന്നത് നമ്മൾ ആ ഒരു ഏരിയ എന്ന് പറയത്തില്ല, ചുറ്റിലുള്ള നമ്മളുടെ നെയ്ബർഹുഡ് ഒക്കെ പറയുന്ന പോലെ z നോട്ടിൻ്റെ ഒരു നെയ്ബർഹുഡ് അങ്ങനെ അങ്ങ് മനസ്സിലേക്ക് എത്തിച്ചാൽ കൂടുതലായിട്ട് ഡെഫിനേഷനിലോട്ട്. ഓക്കെ, നമ്മളുടെ നെയ്ബർഹുഡ് പറയത്തില്ലേ, നമ്മളുടെ ചുറ്റിലുള്ള ചെറിയ ചെറിയ ഏരിയാസ് നമ്മളൊരു സർക്കിൾ മാതിരി റൗണ്ട് ചെയ്ത് കൺസിഡർ ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ വരുന്നുള്ളത്. ഓക്കെ, നോട്ട് ദാറ്റ് എവറി അനലിറ്റിക് ഫംഗ്ഷൻ നോട്ട് ദാറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ഇൻ എ ഡൊമൈൻ. ഇതൊന്നും നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിന് ഇവിടെ ലൈനായിട്ട് കൊടുത്തിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നോക്കണം. നോക്കാം. നെക്സ്റ്റ് ഞാൻ കോഷി റീമാൻ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ പോകുന്നത്. സപ്പോസ് യു ഓഫ് എക്സ് വൈ ആൻഡ് വി ഓഫ് എക്സ് വൈ ആർ ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. മീൻസ് എക്സിലും വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ അല്ല. അതുപോലെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, വാല്യൂ റിയൽ വരുന്ന ഫംഗ്ഷനാണ് യു ആൻഡ് വി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ വൈ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു റിയൽ വാല്യൂഡ് അല്ലല്ലോ. നമുക്ക് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുന്നേരം ഒരു കോംപ്ലക്സ് വാല്യൂ നമ്പറല്ലേ കിട്ടുക. ഇപ്പോൾ 1 പ്ലസ് 1 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് i2 എന്ന് വരും, വിച്ച് ഇസ് എ കോംപ്ലക്സ് നമ്പർ. നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ ദെൻ എന്താണ് നമ്മൾ ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതിനാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് യു എക്സ് എന്ന് പറയുന്നത്?
വിത്ത് റെസ്പെക്ട് ടു എക്സിൽ യുവിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. എന്താണ് വി വൈ എന്ന് പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ വിയുടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ. നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷന് ഡോ വെച്ചിട്ടല്ലേ എഴുതാറ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ആണ് നമ്മൾ യു എക്സ് എന്ന് എഴുതുന്നത്, ഡോ വി ബൈ ഡോ വൈ ആണ് നമ്മൾ വി വൈ എന്ന് എഴുതുന്നത്, ആൻഡ് യു വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഡോ യു ബൈ ഡോ വൈ. വി എക്സ് എന്തായിരിക്കും? ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി മെയിനായിട്ട് ഈ കോഷി റീമാൻ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ ഇത് എഴുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്രയും ഓർമ്മയിലാണ് പോയിട്ടുണ്ടെങ്കിൽ ഇത് എഴുതിയാലും കുഴപ്പമില്ല. സോ ഈ കോംപ്ലെക്സ് ഫംഗ്ഷൻ w is equal to f of z is equal to u of xy plus iv of xy. നമുക്ക് എപ്പോഴും ഒരു കോംപ്ലെക്സ് ഫംഗ്ഷനെ ഇങ്ങനെ രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാം. Then that function, complex function, is analytic in a domain A. Analytic in a domain A. If and only എപ്പോഴാണ് if and only എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡെഫിനിഷൻ പോലെ തന്നെ if and only the partial derivatives of u and v satisfies the Cauchy Riemann equation. എന്താ പറയുന്നത്? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് യുവും ഇമാജിനറി പാർട്ട് വിയും ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ആവാനുള്ള if and only കണ്ടീഷൻ എന്താണ്? ത്രൂ ഔട്ട് ആ ഒരു ഡൊമൈൻ ഡിയിൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി. അതായത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ക്രൈറ്റീരിയോൺ ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, കോംപ്ലെക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് സെഡ് ടു ബി അനലിറ്റിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻസ് അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. അപ്പോൾ സെഡ് സ്ക്വയറിന് നമ്മൾ എന്താക്കി എഴുതണം? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എടുത്താൽ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ഐ വൈ ഇൻറ്റു ഐ വൈ എന്ത് വരും? ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. അതായത് മൈനസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലെ. ഐ സ്ക്വയർ മൈനസ് വൺ ആണ് വരും. പ്ലസ് ഐ ഇൻറ്റു നമുക്ക് ഐ ഇൻറ്റു ഐ വൈ ഇൻറ്റു എക്സ് വരും. ഐ പ്ലസ് ഐ വൈ എക്സ് പ്ലസ് ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഐ എക്സ് വൈ. വൈ എക്സ് ആയാലും എക്സ് വൈ ആയാലും സെയിം അല്ല. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ഐ ഞാൻ ഫസ്റ്റ് എഴുതുന്നത് 2 ടൈംസ് വൈ എക്സ് എന്നത് അല്ലെങ്കിൽ എക്സ് വൈ എന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടൈംസ് 2yx അല്ലെങ്കിൽ 2xy. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എപ്പോഴും ഒരു ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് യു എന്താണ് വി എന്താണെന്ന് എഴുതണം. അപ്പോൾ യു നമ്മൾ റിയൽ പാർട്ടാണ് ഇപ്പോഴും യു ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇമാജിനറി പാർട്ട് എന്താണ്? ഐയുടെ കൂടെ വരുന്നത് അല്ലെ 2xy. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതണം. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ്. ഇവിടെ യു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഇതിന് നമ്മൾക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കിട്ടും. മൈനസ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാ വേരിയബിൾസും എന്തായി തീരും? കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിട്ട് വരും. ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്. ഇനി ഇതുപോലെ നമ്മൾ അടുത്തത് എന്താണ്? യു വൈ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ആണ് നമ്മൾക്ക് യു വൈ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. And this is equal to dou by dou y of x square minus dou by dou y of y square. And y differentiate with respect to y differentiate ചെയ്യുമ്പോൾ x എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 2y ആണ്. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2y. So uy is equal to minus 2y. ഇനി അടുത്തത് vxഉം vyയും ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ vx എന്നാണ് ഫസ്റ്റ്. vx എന്ന് പറയുന്നത് ഡോ u ബൈ ഡോ എക്സ് ആണ്. And this is equal to dou by dou x. So what is v here? 2x. So 2xy. ഇത് ക്ലോസ് ചെയ്താൽ ലൈൻ എക്സ്ട്രാ ഉണ്ടാകും. And here it is equal to, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2x y ആണല്ലോ വരുന്നത്. ഇതിനെങ്ങനെയാണ് 2yx എന്ന് എഴുതും. നമ്മൾക്ക് cx ആയിരുന്നെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആയിരുന്നെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തായിരുന്നു വരാറ്, കോൺസ്റ്റന്റ് സി അല്ലേ വരാറ് അല്ലേ. The derivative of c into x എന്ന് പറയുന്നത് c ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയിരിക്കും. സോ y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 ഓൾറെഡി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 ഇൻറ്റു y കോൺസ്റ്റന്റ്. അപ്പോൾ 2 ഇൻറ്റു വൈന് c ആയിട്ട് കരുതുകയാണെങ്കിൽ ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് c ആണ് ആൻസർ കിട്ടുക. ഇവിടെ c എന്ന് പറയുന്നത് 2y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് 2y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈക്വൽ. സോ vx എന്ന് പറഞ്ഞാൽ 2y എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് എന്താണ് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്, vy ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. So vy is equal to dou v by dou y, and this is equal to dou by dou y of, what is v here, 2xy. Okay, and this is equal to, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഇൻറ്റു എക്സ് കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ 2x ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താണ്, സോ 2x. സോ അത് നമുക്ക് വേണ്ടി ഈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ സൈഡിൽ എഴുതിയ സ്റ്റെപ്പൊക്കെ താൻ എഴുതുമല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടിയതിനിങ്ങനെ ബോക്സ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നോക്കുക ux is equal to 2x and this is also equal to v by 1. Put ux equal to v by 1. In uy is equal to minus 2y. This is equal to minus of 2y is equal to vx minus of vx. So uy equal to minus vx. So ux equal to vy and uy is equal to minus vx for all set is equal to x plus y. ഏത് കോംപ്ലക്സ് നമ്പറിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് f of z is equal to z square is analytic at all points in C. Okay. Next we are going to check the analyticity of this function f of z is equal to z conjugate. Already നമ്മളത് ഡിഫറൻഷ്യബിൾ അല്ലെന്ന് പ്രൂവ് ചെയ്തു by using the definition of differentiation. ഡിഫറൻഷ്യബിൾ
ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു ഫംഗ്ഷൻ ഒരിക്കലും എന്തും ആകത്തില്ല, അനലിറ്റിക്കൽ ആകത്തില്ല. അവിടെ നിന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും കോഷി റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് എക്സാമിന് ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഇതങ്ങ് എഴുതി വെച്ചാൽ. സോ consider the function f of z is equal to z conjugate. If z is equal to x plus iy, then z conjugate എന്നായിരിക്കും x minus iy. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് എഴുതാം. റിയൽ പാർട്ട് u is equal to x ആണ്. Imaginary part of this function, that is v is equal to minus y ആണ്. And ux എന്ന് പറയുന്നത് എന്താണ്? dou u by dou x ആണ്. And this is equal to dou by dou x of x എന്നത്, that is equal to 1. Next dou u by dou y എഴുതണം, അതായത് uy. This is equal to dou by dou y of u എന്താണ്? x അല്ലേ, x. അപ്പോൾ y ഡിഫറൻസിയേഷൻ വരുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ 0 ആയതുകൊണ്ട് അപ്പോൾ uy 0 കിട്ടും. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ചെയ്ത് വെച്ചേ. ദെൻ vx എന്താണ്? ഡോ v ബൈ ഡോ എക്സ് ആണ് അല്ലേ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് v എന്താണ്? മൈനസ് y. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് y. എക്സിലാണ് ഡിഫറൻസിയേഷൻ, ഇവിടെ y ടേം മാത്രമേ ഉള്ളൂ. സോ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vx equal to 0. നെക്സ്റ്റ് vy കാൽക്കുലേറ്റ് ചെയ്യും. vy എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ y ഓഫ് v എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ y ഓഫ് വാട്ട് ഈസ് vt, മൈനസ് y അല്ലേ. അപ്പോൾ മൈനസ് y. അപ്പോൾ നമ്മൾ മൈനസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് y ആണല്ലോ. അതെങ്ങനെയാണ് വന്നതെന്ന് ഡൗട്ട് ഉണ്ടോ? ഇവിടെ മൈനസ് വൈ, ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് 1 ഇൻറ്റു വൈ എന്ന് വരും അല്ലേ. അപ്പോൾ മൈനസ് 1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ മൈനസ് 1 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് വരും. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ 1 ഇൻറ്റു മൈനസ് 1 ഇക്വൽ ടു മൈനസ് 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് യു വൈ എന്ന് പറയുന്നത്, യു എക്സ് എന്ന് പറയുന്നത്, വി എക്സ് എന്ന് പറയുന്നത്, വി വൈ എന്ന് പറയുന്നതൊക്കെ കിട്ടി. ഇനി ഈക്വൽ ആണോ? യു എക്സ് 1 ആണ്, വി വൈ മൈനസ് 1 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. യു വൈ ഈസ് ഈക്വൽ ടു ഇവിടെ യു വൈയും യു വൈ ഇവിടെ യു വൈ ആണ്. യു വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് 0 നമുക്ക് മൈനസ് 1 ഇൻറ്റു 0 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നിന്ന് മൈനസ് 1 ഇൻറ്റു വി എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ മൈനസ് 1 ഇൻറ്റു വി എക്സ്. അപ്പോൾ യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. പക്ഷേ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. ഏത് കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇത് നമുക്ക് നോട്ട് ഈക്വൽ എന്ന് തന്നെയേ വരത്തുള്ളൂ അല്ലേ. സോ നമ്മൾക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഒരു പോയിന്റിൽ പോലും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പോയിന്റിൽ പോലും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് നമ്പറിലോ അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. എന്നിട്ട് നമുക്ക് മോർ പ്രോബ്ലംസ് ഇല്ല, ഒരു പ്രോബ്ലം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. എന്നിട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ബി ഓഫ് എക്സ് വൈ. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ബൈ ദ യൂസിങ് ദ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞ കണക്ക് ആ ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ആ ലിമിറ്റ് എന്താണോ അതാണ് ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് ആയിട്ട് വരിക ഫംഗ്ഷൻ. പക്ഷെ നമ്മൾക്കിപ്പോൾ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ പറഞ്ഞിട്ടില്ലേ,
കോഷീരിയൻ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ കൺസിഡർ ചെയ്തതാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷന് റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്ന് നോക്കുക. ആ റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് എഴുതിയാൽ അതാണ് എഫ് ഡാഷ് ഓഫ് സെറ്റ് എന്ന് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് തന്നെ നമ്മൾക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും ആൻഡ് വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈയുമാണ് ബൈ യൂസിങ് കോഷീരിയൻ ഇക്വേഷൻ. എഫ് ഡാഷ് ഓഫ് സെറ്റ് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു വി വൈ മൈനസ് vx equal to minus uy അല്ല, ആക്ച്വലി uy is equal to minus vx എന്ന് കാണാം കോഷീരിയൻ ഇക്വേഷനിൽ. ഈ റൈറ്റ് സൈഡിലുള്ള മൈനസിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ vx equal to minus uy എന്ന് വരും. അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോമിൽ കൊടുക്കുമ്പോൾ ux equal to vy ആണ്. അപ്പോൾ യുഎക്സിനെ മാറ്റിയിട്ട് അവിടെ vy എന്ന് എഴുതി, ദെൻ vxനെ മാറ്റിയിട്ട് മൈനസ് uy എന്ന് എഴുതുമ്പോൾ മൈനസ് ഐ uy. സോ നമ്മൾക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റും. യു എക്സ് ഇസ് ഈക്വൽ ടു ഐ വി എക്സ് അല്ലെങ്കിൽ വി വൈ യു എക്സ് പ്ലസ് ഐ വി എക്സ് ആൻഡ് വി വൈ മൈനസ് ഐ യു വൈ. ഇങ്ങനെ ഏതെടുത്ത് എഴുതിയാലും നമ്മൾക്ക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ കൂടെ സോൾവ് ചെയ്തിട്ട് ആ എക്സാമ്പിളിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ സെറ്റ് കോൺജുഗേറ്റ് ചെക്ക് ചെയ്തില്ലായിരുന്നു. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഉള്ളതാണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഞാൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഈ is f of set is equal to u of xy plus I v of xy is equal to e raised to z is analytic. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ദ ഗിവൺ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ആ അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെറ്റ് അല്ലേ തന്നിരിക്കുന്നത്? അല്ല, എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെറ്റ്. ഈ ഇ റേസ് ടു സെറ്റിനെ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആയതുകൊണ്ട് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഇനി ഇ റേസ് ടു എൻ പ്ലസ് എമ്മിനെ നമ്മൾക്ക് ഇ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എം എന്ന് എഴുതാമല്ലോ. അപ്പോൾ അത് പ്രകാരം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാം. ഇനി ജനറൽ ആയിട്ടുള്ളൊരു ഫോർമുലയാണത്. ഇ റേസ് ടു ഐ വൈ ഇസ് ഈക്വൽ ടു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. ഇ റേസ് ടു ഐ വൈ എന്ന് പറയുന്നത് വൈ റിയൽ നമ്പർ ആയിരിക്കണേ. ഇ റേസ് ടു ഐ വൈ എന്ന് പറയുന്നത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. അതായത് ഇ റേസ് ടു ഐ പൈ എന്ന് വന്നു കഴിഞ്ഞാൽ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ ആണ്. കോസ് പൈ എന്താണ്? മൈനസ് 1 ആണ്. അപ്പോൾ -1 പ്ലസ് ഐ ഇൻറ്റു സൈൻ പൈ 0 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു ഐ വൈ എന്ന് പറയുന്നത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് കിട്ടും. അപ്പോൾ ഇനി ഞാനിത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. So f of z is equal to e raised to x into cos y plus I e raised to x into sin y. അപ്പോൾ ഞാൻ ഇതിനെ u എന്നും ഈ സെക്കൻഡ് വണ്ണിനെ v എന്ന് എടുത്തു കഴിഞ്ഞാൽ f of z is equal to u plus i v ഫോമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ടൊന്ന് തിരിച്ചു വന്നേ. മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെ ഉണ്ടാവാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് ഫസ്റ്റ് ലൈനിൽ കൊടുത്തത് പോലെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ
ഈ സെക്കൻഡ് വൺ ഉണ്ടോ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ഇസ് ഐ. രണ്ടിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. രണ്ടാമത്തേതാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് തരാം. പക്ഷേ ഫസ്റ്റ് വൺ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ എന്ത് മാത്രം ചെയ്താൽ മതി, ഗിവൺ ഡൊമൈനിൽ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടായ യുവും ഇമാജിനറി പാർട്ടായ വിയും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ കഴിയൂ, അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ കൺസിഡർ u is equal to real part of it. This is equal to e raised to x cos y. V is equal to imaginary part of it. This is equal to e raised to x into sin y. അപ്പോൾ നമ്മൾ ഇനി ഓരോന്നിനെയും പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ux is equal to dou u by dou x ആണ്. ആൻഡ് u എന്താണ് എന്നത് കൊടുക്കുന്നത് dou by dou x ഓഫ് e raised to x cos y എന്ന് വരും. റൈറ്റ്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് y കോൺസ്റ്റൻ്റ് ആണ്. സോ കോസ് ഓഫ് y എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഇ റേസ് ടു എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് കോസ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് യു വൈ ഇവാലുവേറ്റ് ചെയ്യാം. യു വൈ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇ റേസ് ടു എക്സ് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് കോസ് വൈ ഉണ്ടാക്കണം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് കോസ് വൈ. കോസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മൈനസ് സൈൻ വൈ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടും. അപ്പോൾ യു വൈ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് എഴുതിയിട്ട് അത് അങ്ങോട്ട് ബോക്സിൽ ഇട്ടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ലാസ്റ്റ് ഇത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എവിടെയെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് വി എക്സ് ഇവാലുവേറ്റ് ചെയ്യാം. വി എക്സ് എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വി ആണ്. And this is equal to dou by dou x of v എന്താണ് e raised to x into sin y അല്ലേ. e raised to x into sin y. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ sin y കോൺസ്റ്റൻ്റ് ആണ്. സോ sin y into dou by dou x of e raised to x എന്ന് എഴുതാം. And this is equal to sin y into with respect to x e raised to x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to x എന്ന് വരും. This is equal to e raised to x into sin y. So vx is equal to e raised to x into sin y എന്ന് ബോക്സിൽ വെക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് vy ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. vy is equal to dou v by dou y ആണ്. This is equal to dou by dou y of v എന്നാണ് e raised to x sin y. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻസിയേഷൻ. എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ പവർ എക്സും കോൺസ്റ്റൻ്റ് ആണ്. ഇ പവർ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ വൈ എന്ന് വരും. ആൻഡ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ. സോ വി വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. ഇനി ഇതവിടെ എഴുതിയിരിക്കുന്നതിൽ നമുക്ക്
ഇങ്ങനെ എഴുതണം. We say that u and v satisfies the Cauchy-Riemann equations if ux is equal to vy and uy is equal to minus vx. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ux എന്ന് പറയുന്നത് എന്താണ്? e⁻x cos y ആണ്. vy എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ദീസ് ടു ആർ ഈക്വൽ. uy എന്ന് പറയുന്നത് മൈനസ് e⁻x sin y ആണ്. ആൻഡ് അതിൽ മൈനസ് e⁻x sin y എന്ന് പറയുന്നത് vx. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഓഫ് vx എന്ന് കിട്ടി. uy is equal to minus vx. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഞാൻ എഴുതിയതിൽ എക്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ദ ഗിവൺ ടു ഫങ്ഷൻസ്, റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, satisfies Cauchy-Riemann equation. So f of z is analytic for all z. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത്ര സോൾവ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ z is equal to x plus iy എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ x is equal to r cos theta എന്നും y is equal to r sin theta എന്നും കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് z is equal to r cos theta plus i r sin theta എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? r രണ്ടിലുണ്ട്. അപ്പോൾ r കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോസ് e⁻y എന്ന് പറയുന്നത് iy എന്ന് പറയുന്നത് കോസ് y പ്ലസ് i sin y ആണ്. അപ്പോൾ അത് പ്രകാരം ഇവിടെ നോക്കിയേ കോസ് തീറ്റ പ്ലസ് i sin തീറ്റ ഉണ്ട്. അപ്പോൾ e⁻y അപ്പോൾ z is equal to നമ്മൾക്ക് r e⁻y തീറ്റ എന്നും എഴുതാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന കേസിൽ നോക്കിക്കേ, വേരിയബിൾസ് എക്സും വൈയിൽ നിന്നും മാറിയിട്ട് ആറും തീറ്റയുമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ നമ്മൾക്ക് എഫ് ഓഫ് സെറ്റിനെ യുവും വിയും എല്ലാം അന്നേരം യു ഓഫ് എക്സ് വൈയും വി ഓഫ് എക്സ് വൈയും എല്ലാം മാറിയിട്ട് യു ഓഫ് ആർ തീറ്റ ആൻഡ് വി ഓഫ് ആർ തീറ്റ വേരിയബിൾസ് ചേഞ്ച് ആവും. നമ്മൾ എക്സും വൈ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ വേരിയബിൾസ് ചേഞ്ച് ആവുന്നേരം കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതുമ്പോൾ അവിടെയും വേരിയബിൾസിൽ ചേഞ്ചസ് ഉണ്ടാകും. അതും യു ഓഫ് ആർ തീറ്റ പ്ലസ് ഐ വി ഓഫ് ആർ തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്ക് Cauchy-Riemann ഇക്വേഷൻ ചേഞ്ച് ആകുന്നത്. എക്സിലും വൈയിലും ടേംസ് ഓഫ് എക്സിലും വൈയിലുള്ള Cauchy-Riemann ഇക്വേഷൻ മാറിയിട്ട് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റയിലുള്ള Cauchy-Riemann ഇക്വേഷൻ വരുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. So just ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു. ur is equal to 1 by r d theta and vr is equal to minus 1 by r d theta. ഇതാണ് in terms of r and theta എന്നുള്ള Cauchy-Riemann ഇക്വേഷൻ. ഒന്ന് ജസ്റ്റ് വെച്ചാൽ മാത്രം മതി. നമ്മൾ പ്രോബ്ലത്തിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പ്രോബ്ലത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് in terms of എക്സിലും വൈയിലും ഉള്ളത് മാത്രമാണ്. ഓക്കെ. Next problem, are the following functions are analytic? In which the first question is that f of z is equal to I into z conjugate. So ഇതാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് if z is equal to x plus iy, then f of z എന്തായിരിക്കും? z i into f of z i into z conjugate ആണ്. So z is equal to x plus iy ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. f of z is equal to I into x plus iy into x plus iy conjugate and that is equal to I into x plus iy into conjugate എന്ന് പറയുമ്പോൾ x minus iy. x plus iy into x minus iy എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേണ്ടതാണ്. ഓൾറെഡി i ഉണ്ട്. x into x square, then iy into minus iy square minus I squared y square, then iy into x plus iy x, then x into minus iy x. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഇതിന്റെ നെഗറ്റീവ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ രണ്ടും ക്യാൻസൽ ആയി. I square minus 1 ആണ്.
അപ്പോൾ മൈനസ് മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്തായി അവിടെ പ്ലസ് ആയി. എക്സ് സ്ക്വയർ ഐ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. സോ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് ഹിയർ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് 0 പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് എന്തായിരിക്കും റിയൽ പാർട്ട് അല്ലേ. ഇവിടെ റിയൽ പാർട്ട് എന്താണ് ഐ ഇല്ലാത്ത ടേം 0 അല്ലേ. അപ്പോൾ യു ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0. വി ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് എഫ് അതെന്താണ് ഐ ഇൻറ്റു എന്താണോ വരുന്നത് അത് എഴുതണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. അപ്പോൾ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തുകഴിഞ്ഞാൽ അത് 0 തന്നെയായിരിക്കും. വി എന്ന് പറയുന്നത് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇൻ ദിസ് വൈയിൽ ഡിഫറൻഷിയേഷൻ വരുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഫസ്റ്റ് ടേം മൊത്തത്തിൽ 0 ആണ്. പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 2y. അപ്പോൾ വി വൈ ഈക്വൽ ടു 2y എന്നിരിക്കും നമുക്ക്. ഇനി അടുത്തത് വി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ വി ബൈ ഡോ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് വി. വാട്ട് ഇസ് വി ഹിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. അപ്പോൾ വി എക്സ് ഈക്വൽ ടു 2x ആണ്. വി വൈ ഈക്വൽ ടു 2y ആണ്. യു എക്സ് ഈക്വൽ ടു 0 ആണ്. വി വൈ ഈക്വൽ ടു യു വൈ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എക്സ് ആൻഡ് വൈ നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് കരുതുക. അല്ലെങ്കിൽ എക്സും വൈയും 0 ആണെന്ന് കരുതുക. അപ്പോൾ എക്സും വൈയും 0 ആവുന്നത് എന്താവും സ്വാഭാവികം ആയിട്ട് വി എക്സും വി വൈയും 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ആ കേസിൽ നമ്മൾക്ക് യു എക്സും വി വൈയും ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് യു വൈയും മൈനസ് വി എക്സും ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടെ 0യിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ 2എക്സും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കത്തില്ലേ. 2x ആണ് വി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വി എക്സ് മൈനസ് വി എക്സ് അതിൽ വി എക്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് കിട്ടും അല്ലേ. ഇനി y നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് 2y നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. 2y ആണ് വി വൈ. അപ്പോൾ വി വൈ നോട്ട് ഈക്വൽ ടു 0 ആണ് യു എക്സ്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആൻഡ് ദിസ് കോഷി റീമാൻ ഇക്വേഷൻ is satisfied only if z equal to 0 ആണ്. സോ ഒരേ ഒരു പോയിന്റിൽ മാത്രം കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് കരുതി ആ ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെന്നില്ല. ഓക്കെ, അപ്പം അനലിറ്റിക് ആവണമെന്നില്ല എന്നത് അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 0യിൽ മാത്രമേ ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല അനലിറ്റിക് അല്ല. എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു സെറ്റ് ഇൻറ്റു സെറ്റ് കോൺജുഗേറ്റ് എന്നാണ്. ദിസ് ഇസ് നോട്ട് അനലിറ്റിക് ഓൺ C. All complex numbers. Okay. Next, consider the problem f of set is equal to e raised to minus 2x into cos 2y minus I sin 2y. അവിടെ നിന്ന് നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to minus 2x into cos 2y minus I e raised to minus 2x into sin 2y എന്ന് എഴുതാം. ഇതിൽ നിന്ന് റിയൽ പാർട്ട് എന്തായിട്ട് വരും ഐ ഇല്ലാത്ത ടേംസ്. അപ്പോൾ e raised to minus 2x cos of 2y എന്ന് വരും. v എന്താണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഐയുടെ കൂടെ വരുന്ന ടേംസ് അല്ലെ. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലായിരുന്നു ഇത് മാത്രം എടുക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ മൈനസ് ആണ് ഉള്ളത്. അപ്പോൾ മൈനസ് കൂടെ ചേർത്തിട്ട് വേണം v എഴുതാൻ. v equal to minus e raised to minus 2x sin 2y എന്ന് കിട്ടും. ഓക്കെ,
യു വിയും ഇനി എന്താണ് വേണ്ടത്? യു എക്സ് യു വൈ വി എക്സ് വി വൈ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എന്നാണ് ഫസ്റ്റ് എടുക്കുക. ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു കോസ് 2y. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ്, which is equal to dou by dou x of e raised to minus 2x cos 2y. ഇനി എക്സിലെ ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് y കോൺസ്റ്റന്റ് ആണ്. സോ cos of 2y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. cos of 2y നെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ dou by dou x of e raised to minus 2x എന്ന് വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഔട്ട്സൈഡ് എടുക്കുന്നത്. And this is equal to cos of 2y ഇനി e raised to minus 2x with respect to x ഉള്ള ഡിഫറൻസിയേഷൻ എഴുതണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് വേണ്ടത്? യുടെ ഡിഫറൻസിയേഷൻ എന്താണ് നോക്കുക. e raised to x ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ e raised to minus 2x ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരും? ഫസ്റ്റ് ഓഫ് ഓൾ യുടെ ഡെറിവേറ്റീവ് e raised to x തന്നെ ആയതുകൊണ്ട് e raised to minus 2x എന്ന് എഴുതാം. Then minus 2x in the derivative. And then so this is equal to minus 2 cos 2y e raised to minus 2x. അതാണ് യു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾക്ക് യു വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ യു വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ യു ബൈ ഡോ വൈ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. This is equal to dou by dou y of what is u? Here u is e raised to minus 2x into cos 2y. With respect to y la differentiation by x constant ആയതുകൊണ്ട് e raised to minus 2x constant. So ഇവിടെ multiplication വരുന്നതുകൊണ്ട് നമുക്ക് e raised to minus 2x ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ dou by dou y of cos 2y എന്ന് വരും. And e raised to minus 2x into ഇവിടെ ഫംഗ്ഷനുള്ളിൽ ഫംഗ്ഷൻ വരുന്നല്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് എന്താ വേണ്ടത്? കോസിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം, സൈൻ. ഓക്കെ, സോറി മൈനസ് സൈൻ. അപ്പോൾ കോസ് ഓഫ് 2y ആയതുകൊണ്ട് മൈനസ് സൈൻ ഓഫ് 2y എഴുതണം. ദെൻ ഉള്ളിലുള്ള ഫംഗ്ഷൻ 2y അല്ലേ, 2yയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ 2yനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 വരും. So this is equal to minus 2 e raised to minus 2x into sine of 2y. Okay. ഇതാണ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത്, അതായത് യു വൈ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ വിയുടെ ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നാണ് കിട്ടുന്നതെന്നുള്ള ഞാനിവിടെ പറയാം. എന്നിരുന്നാലും നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. Vx is equal to നമ്മൾക്ക് e raised to minus 2x എന്ന് sin 2y എന്നും vy is equal to minus 2 e raised to minus 2x into cos 2y എന്നും കിട്ടും. അപ്പോൾ നമ്മൾക്ക് കോഷ്യൻ റിമൈനിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി യു എക്സ് നോക്കാം. യു എക്സ് മൈനസ് 2 e raised to minus 2x cos 2y ആണ്. അത് തന്നെയാണ് വി വൈ എന്ന് പറയുന്നത്. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന്. ഇനി യു വൈ നോക്കിക്കേ, മൈനസ് 2 e raised to minus 2x sin 2y ആണ്. അപ്പോൾ ഞാൻ യു വൈ എന്ന് പറയുന്നതാണ് മൈനസ് 2 e raised to minus 2x sin 2y. ഇതല്ലേ നമുക്ക് വി എക്സ് കിട്ടിയിരിക്കുന്നത്. സോ മൈനസ് വി എക്സ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് പോസിബിൾ ഫോർ ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. എക്സും വൈ ഏത് നമ്പർ ആയാലും നമുക്ക് കോഷ്യൻ റിമൈനിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് അറ്റ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് കിട്ടും. ഈ ഒരു പ്രോബ്ലം തന്നെ കോഷ്യൻ റിമൈനിക്കേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു ഫംഗ്ഷൻ കൂടെ നോക്കാം, 1/z. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നുണ്ട്. സോ f of z is equal to 1/z. എന്താണ് വേണ്ടത്? നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കണം.
അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്ന ഫോമിലോട്ട് ഫംഗ്ഷനെ നമ്മൾ വേണം കൊണ്ടുവരാൻ. അപ്പോൾ z is equal to x plus i y അല്ലേ, ഞാനിവിടെ z is equal to x plus i y എന്ന് എടുക്കുമ്പോൾ this is equal to 1 by x plus i y എന്ന് വരും. ഇനി ഞാൻ പറഞ്ഞതുപോലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ ആയതുകൊണ്ട് എക്സ് മൈനസ് ഐ വൈ യൂസ് ചെയ്തിട്ട് ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് 1 പ്ലസ് എക്സ് വൈ തന്നെ കിട്ടുന്നില്ല, എക്സ് പ്ലസ് ഐ വൈ തന്നെ കിട്ടുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നോക്കിക്കേ, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഏത് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഈക്വൽ ആണ്. എന്ത് നമ്പറും ആയിക്കോട്ടെ, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഈക്വൽ ആണ്. അതായത് ഇപ്പോൾ 1 പ്ലസ് 2i ഇൻറ്റു 1 മൈനസ് 2i എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അതായത് 1 പ്ലസ് 4 5 ഈക്വൽ ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടി എന്നത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലുണ്ട്. ഓക്കെ, സോ ഇത് ജനറലായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന സെറ്റ് ആണെങ്കിൽ സെക്കൻഡ് വൺ എന്തായിരിക്കും, സെറ്റ് കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പോൾ സെറ്റ് ഇൻറ്റു സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ആൻഡ് ഇതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് സെറ്റ് എന്നും പറയുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. അപ്പോൾ എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. And this is equal to x by x square plus y square plus I into minus y by x square plus y square എന്ന് നമുക്ക് എഴുതാം. എന്തിനാണെന്ന് വെച്ചാൽ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇതായിരിക്കും നമ്മൾക്ക് എന്ത് റിയൽ പാർട്ടായിട്ട് വരിക, ഇതാണ് ഇമാജിനറി പാർട്ട്. സോ u is equal to x by x square plus y square and v is equal to minus y by x square plus y square. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് യു എക്സ് യു വൈ വി എക്സ് വി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു എക്സ് ആണ്. യു എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഡിവിഷൻ റൂൾ വെച്ചിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിനുള്ള ഡെറിവേറ്റീവ് കാണുന്നത് ഇത് 0 ആയിരിക്കും, കാരണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. അപ്പോൾ 2x പ്ലസ് 0 ഈക്വൽ ടു 2x എന്ന് വരും. അപ്പം എക്സ് ഇൻറ്റു 2x എന്ന് വന്നു ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2x എന്നാണ് 2x സ്ക്വയർ by x square plus y square. അപ്പോൾ x square minus 2x square എന്ത് വരും, minus x square വരും. So y square minus x square by x square plus y square whole square എന്ന് വന്നു. അപ്പോൾ ux എന്നാണെന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ uy കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ uy കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോഷ്യൻ റൂൾ വെച്ച് തന്നെ ഡിവിഷൻ റൂൾ വെച്ച് തന്നെ സോൾവ് ചെയ്താൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻസിയേഷൻ വരിക. അപ്പോൾ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 0 ആണ്. 0 മൈനസ് എക്സ് ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വരും. 2y by x square plus y square all square എന്ന് വരും. അപ്പോൾ ഇത് ഇൻറ്റു 0 അല്ലേ, അപ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2xy ബൈ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള ഡിഫറൻസിയേഷൻ. ഇതുപോലെ തന്നെ നമ്മൾക്ക് വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് വി എക്സ് എന്ന് പറയുന്നത് 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നും വി വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് കിട്ടി ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് കിട്ടി. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്താണ് ആൻഡ് ഈ തന്നിരിക്കുന്ന കോഷി-റീമാൻ ഇക്വേഷൻസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തില്ലേ, ഇതെല്ലാം തന്നെ എന്താണ് 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം, f of z is equal to 1/z എന്ന് പറയുന്ന ഫംഗ്ഷൻ z ഈക്വൽ ടു 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, 0 എന്തുകൊണ്ട് അനലിറ്റിക് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, 0 വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരും. ഇപ്പോൾ 0 ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 കണ്ടിന്യൂസ് അല്ല. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 കണ്ടിന്യൂസ് അല്ല, ബാക്കി എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. ബാക്കി എല്ലാ പോയിന്റ്സിലും കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഫംഗ്ഷൻ 0 ഒഴികെ ബാക്കി ബാക്കി നമ്പേഴ്സിൽ, കോംപ്ലക്സ് നമ്പേഴ്സിലെല്ലാം അനലിറ്റിക് ആണെന്ന് പറയും. ഓക്കെ.